LDFിന് തുടർ ഭരണത്തിനുള്ള പച്ചക്കൊടിയായിരിക്കും നിലമ്പൂരിൽ എം സ്വരാജിന്റെ വിജയമെന്ന് ഡോക്ടർ തോമസ് ഐസക്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം UDFിനെ അമ്പരിപ്പിച്ചുവെന്നത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുവാനുള്ള കേന്ദ്ര അനുമതി കേരളത്തോടുള്ള വിവേചനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ BJP നേതൃത്വം ഒഴിഞ്ഞുമാറി. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. എന്നാൽ UDFിന്റെ ക്യാമ്പയിൻ ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല. 2016 ശേഷമുള്ള മണ്ഡലത്തിലെ LDF സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാവുന്നതാണ്. ഏതാണ് മെച്ചമെന്ന് നിലമ്പൂരുകാർ വിലയിരുത്തുമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. വർഗീയമായിട്ടുള്ളൊരു ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് വിജയിക്കാൻ പോണില്ല. രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവ് നിശ്ചയമായിട്ടും വരും. രാഷ്ട്രീയ പ്രതിയോഗികളാണ് രണ്ടും നിൽക്കുന്നത്. പക്ഷേ ഈ സ്വരാജിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ധ്രുവീകരണം വരുമ്പോഴും അതിനപ്പുറത്തേക്ക് കുറച്ച് വോട്ടുകൾ നിശ്ചയമായിട്ടും സ്വരാജിന് ലഭിക്കും എന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് കേരളത്തോടുള്ള വിവേചനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിലേക്കുള്ള ദുരന്തത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴേ മറ്റേതെങ്കിലും സർക്കാരിൻ്റെ അല്ല ആരുടെ വേണമെങ്കിലും പണം വിദേശത്ത് നിന്ന് സ്വീകരിക്കാൻ അനുവാദം കൊടുത്തിരിക്കുക. കേരളത്തിന് തരാതിരുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ന്യായം പറയുന്നുണ്ടോ? ഈ UDF ഒന്ന് പ്രതികരിച്ചു. BJPക്കാർക്ക് എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ? കേരളത്തോടുള്ള വിവേചനമാണ്. എന്നാൽ കേരളത്തോടുള്ള ഈ അവഗണനയിൽ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വ്യക്തമായ മറുപടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.